സ്നേഹമുള്ളവരെ, നാം ഈ 4 എപ്പിസോഡുകൾ ഒരു പ്രത്യേക വിഷയത്തെ അധികരിച്ച് ഒരു ധ്യാന വിചിന്തനം നടത്തുകയാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ 4 എപ്പിസോഡുകൾ നിങ്ങൾ മുടക്കമില്ലാതെ കാണണം, കേൾക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഒരു വചനം, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ ധ്യാനചിന്തയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഈ വചനം തിരഞ്ഞെടുക്കാനുള്ള കാരണം, പ്രാർത്ഥനാപൂർവം ഇതിൻ്റെ മുൻപിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ചില ബോധ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ്. ആദിമസഭയുടെ ഒരു അടിത്തറയായി ഞാനിതിനെ കാണുകയാണ്. പുതിയ നിയമത്തിൻ്റെ ഒരാണിക്കല്ലായി ഞാൻ ഈ വചനത്തെ കാണുകയാണ്. ഇതൊരു രഹസ്യമാണെന്നാണ് പൗലോസ്ലീഹ വെളിപ്പെടുത്തുക. പൗലോസ്ലീഹ തൻ്റെ ക്രിസ്തു സാക്ഷ്യ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ആദ്യമേ എഴുതിയ ഒരു ലേഖനമാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ പൗലോസ്ലീഹ 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഒരു ക്രിസ്റ്റോളജി, ക്രിസ്തു വിജ്ഞാനീയം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചനം നാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ വചനത്തെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഈ സുവിശേഷത്തിലെയും ഈ ലേഖനങ്ങളിലെയും, പ്രത്യേകിച്ച് കാതോലിക്ക ലേഖനങ്ങളിലെയും എല്ലാം അപ്പോസ്തലന്മാരുടെ അടിസ്ഥാന പഠിപ്പിക്കൽ ഈ വചനത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്, ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ വചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വചനം ഇങ്ങനെയാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഈ വചനം നമുക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനും ജീവിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കാം. വചനം നമുക്ക് ജീവൻ തരും, വചനം നമ്മളെ ശുദ്ധീകരിക്കും, വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, വചനം നമുക്ക് കരുത്തു തരും, വചനം നമ്മളെ പിടിച്ചു നിൽക്കാൻ അനുവദിക്കും, സഹായിക്കും. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യം. ഇതൊരു രഹസ്യമാണ്. മലങ്കര ക്രമത്തിൽ പ്രത്യേകിച്ച് പെസഹ കാലത്ത് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ ഒരു പാട്ട് പാടും. വിശുദ്ധ കുർബാന നാവിലേക്ക് കൊടുത്തുകൊണ്ട് ഗായക സംഘത്തോടൊപ്പം ജനം മുഴുവനും പാടുന്ന പാട്ടാണ് രഹസ്യം രഹസ്യം ഉടയോനരുളി രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. രഹസ്യം വലിയൊരു രഹസ്യമാണിത്. നമ്മൾ ഇംഗ്ലീഷിൽ രഹസ്യം എന്ന് പറയുമ്പോൾ സീക്രട്ട് എന്നൊരു മീനിങ് ഉണ്ട്. അതല്ല, സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരാളോട് പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആരോടും പറയരുത് കേട്ടോ. ആ ആൾ എന്നിട്ട് മറ്റൊരാളോട് പറഞ്ഞിട്ട് പറയും, ബെന്നിയച്ചൻ പറഞ്ഞാണ്, ആരോടും പറയില്ല കേട്ടോ. അങ്ങനെ നാട് മുഴുവൻ പാട്ടാകുന്ന കാര്യമാണ് സീക്രട്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ബൈബിളിൽ രഹസ്യം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി എന്നൊരർത്ഥത്തിലാണ്. മിസ്റ്ററി എന്ന് വെച്ചാൽ ഈ രഹസ്യം ആരോടും പറയാം. ഇത് എത്ര പേരോട് പറഞ്ഞാലും ഇത് പൂർണ്ണമാവില്ല. ഇത് എത്ര പേരോട് പറഞ്ഞാലും ഇതിൻ്റെ ആഴം പൂർണ്ണമായി വെളിപ്പെടില്ല. അത്രമേൽ ആഴമുള്ള, ഗഹനമായ, വലിയ ചക്രവാളങ്ങളുള്ള ഒരു സത്യമാണ് ഈ ബൈബിളിലെ രഹസ്യം. അതുകൊണ്ട് ഈ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുക. എന്താണെന്നറിയാമോ? ഈ രഹസ്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന രഹസ്യമാണ്. എന്ന് വച്ചാൽ യുഗങ്ങൾക്ക് മുൻപേ, യുഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുൻപേ, മനുഷ്യനും മുൻപേ, ഈ പ്രപഞ്ചോൽപത്തിയുടെ കാലം മുതലേ ദൈവം ഈ രഹസ്യം മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വരുന്നു. വീണ്ടും തലമുറകളുടെ ആരംഭം മുതൽ എന്ന് വെച്ചാൽ നമ്മളെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ഈ രഹസ്യം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ്, ഈ രഹസ്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആർക്ക്? തൻ്റെ വിശുദ്ധർക്ക്. വിശുദ്ധർക്ക് മാത്രമല്ല, വിജാതീയർക്ക് പോലും. ആരാണ് വിശുദ്ധരും വിജാതീയരും? സ്നേഹമുള്ളവരെ, വിശുദ്ധരെന്ന് പറയുന്നത് പാപം ചെയ്യാത്തവർ എന്നൊരർത്ഥത്തിലല്ല ബൈബിൾ. മറിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന, ഏറ്റെടുക്കുന്ന, അധരം കൊണ്ട് ഏറ്റുപറയുന്ന, ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് വിശുദ്ധർ. അങ്ങനെയെങ്കിൽ വിജാതീയരാരാണ്?
യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറ്റാത്തവർ. അങ്ങനെയെങ്കിൽ വിശുദ്ധരും വിജാതീയരും സഭയിൽ തന്നെ ഉണ്ട്, പള്ളിയിൽ തന്നെ ഉണ്ട്, ഇടവകയിൽ തന്നെ ഉണ്ട്. എത്രയോ പേര് കർത്താവിനെ കുറിച്ച് അറിയാം, പക്ഷേ പള്ളിയിൽ വരുന്നെങ്കിലും ക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റെടുക്കാത്ത എത്രയോ ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് ശ്ലീഹായിലൂടെ പഠിപ്പിക്കുകയാണ്, ഈ രഹസ്യം തൻ്റെ വിശുദ്ധർക്കും തൻ്റെ വിജാതീയർക്കും വെളിപ്പെടുത്തുവാൻ ദൈവം തീരുമാനിച്ചു. എന്താണ് ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ, യുഗങ്ങൾക്ക് മുൻപേ, തലമുറകൾക്ക് മുൻപേ ദൈവം മനസ്സിൽ സൂക്ഷിച്ച ഈ രഹസ്യം ഇപ്പോൾ തൻ്റെ വിശുദ്ധർക്കും വിജാതീയർക്കും ഒരുപോലെ അവിടുന്ന് വെളിപ്പെടുത്തി. ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി. ഇപ്പോൾ എന്താണ് ഈ രഹസ്യം? ഈ രഹസ്യം അടുത്ത വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. പ്രിയപ്പെട്ടവർ, ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. ഈ കാലഘട്ടത്തിൽ സങ്കടകരമായ ഒരു കാഴ്ച, ഈ ക്രിസ്തുവിനെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഒരു ഗതിയുമില്ലാത്ത കണക്കെ നടക്കുന്ന അനേകരെ കാണാനിട വരുന്നുണ്ട്. ഇരിക്കപ്പൊറുതിയില്ലാത്ത കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങ് നടക്കുകയാണ്, പാവങ്ങളാണ്. അവർ ഈ രഹസ്യത്തിലേക്ക് വരണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എന്താണത്? മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടണം. ഇല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം ഒരു വട്ടപൂജ്യമായി മാറും. ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ ഇതാണ്. നമ്മെ ഒരു ശ്രേഷ്ഠ ജനതയാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട രഹസ്യമാണ് ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് യു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ. അതിൻ്റെ പേരാണ് ഇമ്മാനുവേൽ. അറിയാമോ പ്രിയപ്പെട്ടവരെ, എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിച്ച് പോകുമ്പോൾ മനുഷ്യനിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദൈവബോധം മൂലം എല്ലാ മനുഷ്യനും ദൈവത്തെ അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനൊരു രഹസ്യമുണ്ട്. നിന്നെ അന്വേഷിച്ചിറങ്ങി വന്ന ഒരു ദൈവം, ഈ ദൈവത്തെ ഇവിടെ അനുഭവിക്കാൻ സാധിച്ചാൽ ഇതാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഏതാനും ചിന്ത പങ്കുവെച്ച് നമ്മൾക്ക് കുറെ കൂടി ഉള്ളിലേക്ക് നോക്കാനും കരുത്താർജിക്കാനും തലയെടുപ്പോടെ ജീവിക്കാനും ഒരു ശ്രേഷ്ഠ ജനതയായി മാറാനും ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വല്ലാത്ത ഞെരുക്കങ്ങളിലും ഓളങ്ങളിലും പെട്ട് പലപ്പോഴും നമ്മൾ ഞെരുങ്ങിപ്പോകും, പ്രതിസന്ധികളിൽ ആണ്ടുപോകും. ഒരിക്കലും മനസ്സമാധാനമില്ലാതെ ജീവിച്ച് മരിക്കാൻ നാം ഇടവരും. അതുകൊണ്ട് ഈ അടിസ്ഥാന പ്രമാണം ക്രിസ്തു നമ്മെ പഠിപ്പിക്കാം. യോഹന്നാൻ സ്ലീഹ ഈശോയുടെ നെഞ്ചോട് ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന യോഹന്നാൻ സ്ലീഹ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? 1 യോഹന്നാൻ 4:4, മക്കളെ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിത് ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി, ഈ ഒരു ബോധ്യം കിട്ടിയാൽ മാത്രം മതി. നാം ശക്തരാണെന്ന് തിരിച്ചറിയുന്നത് വരെ മാത്രമേ ശത്രുവിന് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റൂ. നാം കരുത്തരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം വരെ മാത്രമേ പിശാചിന് നമ്മളെ പൊട്ടം കളിപ്പിക്കാൻ പറ്റൂ, എതിരാളികൾക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം. 2 കൊറിന്തോസ് 13-ന്റെ 5-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. അതായത് നമ്മളിൽ സ്കാൻ ചെയ്താൽ ഈ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കാൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. എങ്ങനെയാണ് ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് എന്നറിയാമോ? അതിൻ്റെ റിസൾട്ട് ഇതാണ്. നാം സ്കാൻ ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ, നമ്മളെ തന്നെ പരീക്ഷിച്ചറിയുമ്പോൾ ഈ റിസൾട്ട് ഇങ്ങനെ കിട്ടണം. എന്ത്? അടുത്ത വചനം, നിങ്ങൾ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശുക്രിസ്തു
നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ചില ആളുകളെ കാണുമ്പോൾ പുറമെ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ആളിൽ യേശുക്രിസ്തു ഇല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കക്ഷി നിരന്തരം പ്രലോഭനത്തിൽ വീഴുന്ന കക്ഷിയാണ്. ഈ കക്ഷി നിരന്തരം പാപത്തിന് അടിമയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ബോധ്യമാണ്, ഉൾക്കാഴ്ചയാണ്. നമ്മളുടെ ഒരു നാച്ചുറൽ ലെവലിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് ഉയരാനുള്ള വിളിയാണ് നമ്മുടേത്. ആരാണ് വീണുപോകുന്നത്? ഈ സാധാരണക്കാരനാണ് വീണുപോകുന്നത്. ഈ നാച്ചുറൽ ഓർഡറിൽ ജീവിക്കുന്ന, ഈ സ്വാഭാവിക ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾ വീണുപോകും. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വഴുക്കലുള്ള വരമ്പത്തൂടെ നടന്നു കഴിഞ്ഞാൽ തെന്നി വീഴും. മറിച്ച് ഉറപ്പുള്ള, അല്പം കൂടി ഉയർച്ചയുള്ള ഒരു ലോകമുണ്ട്. ശ്രേഷ്ഠമായൊരു ജീവിതമാണ്, ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ്. ഇതിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. എങ്ങനെ പറ്റുമെന്നറിയാമോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സകല രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും നേതാവായ ഉടയവനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തും, മുഴുവൻ അനുഗ്രഹങ്ങളും, മുഴുവൻ ചൈതന്യവും, മുഴുവൻ താലന്തുകളും കഴിവുകളും, അത് നൃത്തമാകട്ടെ, സംഗീതമാകട്ടെ, ടെക്നോളജി ആകട്ടെ, എന്തുമാകട്ടെ, എല്ലാത്തിൻ്റെയും ഉടയവനായവൻ നിൻ്റെ ഉള്ളിലാണ്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം എന്താണെന്നറിയാമോ? ഈശോയെക്കുറിച്ച് പറയുന്നത്, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ആരാണ് യേശു ക്രിസ്തു എന്നറിയാമോ? ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതി. ഈ ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും നേതാക്കന്മാരുടെ നേതാവ്. ഈ രാജാവ് നിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയെങ്കിൽ നാം ഇനി പിച്ചയെടുക്കേണ്ടവരല്ലെന്ന്. രാജാതിരാജാവായ ക്രിസ്തു എൻ്റെ ഉള്ളിലാണെങ്കിൽ വല്ലവനോടും കടം വാങ്ങിക്കാൻ, എരക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് മുട്ടുകുത്താൻ, കൈനീട്ടാൻ നമുക്ക് സാധിക്കുന്നത് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മക്കളെ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ആരാ ബോധ്യം തരുന്നത്? പരിശുദ്ധാത്മാവാ. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയോടിരിക്കണം. പരിശുദ്ധാത്മാവാണ് ബോധ്യം തരുന്നത്. എന്ത്? ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. ദേ ഇവിടെ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതം വിജയിക്കും. ഇല്ലാഞ്ഞാൽ വട്ടപൂജ്യമാണ് ജീവിതം. വെറുതെ കാഴ്ചക്കൂത്തുകളിൽ ജീവിക്കുന്നുവെന്ന് മാത്രം. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ദൈവത്തിന് തുലാഭാരവും നേർച്ചയും പല വഴിപാടും വെടിവഴിപാടും നടത്തി, വെച്ചൂട്ടും പെരുന്നാളും നടത്തി, ആഘോഷങ്ങൾ നടത്തി ഒടുങ്ങുന്ന ഒരു ജന്മം, ഒരു സമുദായം. അതല്ല ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് അസ്. പഴയ നിയമത്തിലെ ഒരു സംഭവം, സുന്ദരമായൊരു സംഭവമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഞാനത് വായിക്കാം. പഴയ നിയമത്തിലൊരു സംഭവമാണ്. പഴയ നിയമത്തിൽ പോലും മോശയ്ക്ക് കിട്ടിയ ഒരു ജ്ഞാനമാണ് ഞാനിപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. പുറപ്പാട് 33, 1 മുതൽ. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക. ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. കാനാൻകാരെയും അമോര്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവീൻ. അടുത്ത വചനമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുശാഠ്യ നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും. ദൈവം പറയാണ്, മോശേ, നിങ്ങൾ ഈ ജനമുണ്ടല്ലോ, ഈ ജനത്തിൻ്റെ പെറുപെറുപ്പ് സഹി കെട്ടു, കത്തിച്ചു കളയും. ഞാൻ കൂടെ വന്നാൽ ശരിയാകുകയില്ല.
നമ്മൾ രണ്ടും കൂടെ ഒക്കുകയില്ല. പോട്ടെ നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, ഞാനൊരു മാലാഖ അയച്ചു തരാം, ഒരു ദൂതനെ അയച്ചു തരാം. സൂപ്പർ മാലാഖയാണ്, എൻ്റെ ടീമിലെ ഏറ്റവും നല്ലൊരു മാലാഖ അയച്ചു തരാം. അവർ ജബൂസ്യരെ, ഹിവ്യരെ, പെരുസ്യരെ എല്ലാവരെയും തകർത്തുകളെ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലെത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മോശ എന്താ പറഞ്ഞെന്നറിയാമോ? മോശ പറഞ്ഞു, കർത്താവേ മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലിരിക്കട്ടെ, നീ ഞങ്ങളോട് വരാവോ? മാലാഖ ഇവിടെ വേണ്ട, ദൂതനെ വേണ്ട, നിന്റെ കസ്റ്റഡിയിൽ ഇരുന്നോട്ട്. പക്ഷേ നീ വരാമെങ്കിൽ ഞങ്ങളെ വിട്ടാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങളില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ഈ പൈതലിന് ഈ ജ്ഞാനം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, അവനറിയാം ഒരു ദൈവം എൻ്റെ കൂടെ ഇറങ്ങി നിന്നാൽ, അവൻ അടുത്ത വചനത്തിൽ പറയുകയാണ്, എൻ്റെ കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വന്നാൽ ഈ ദേശത്തെ എല്ലാ ജനതകളെക്കാളും ശ്രേഷ്ഠമായൊരു ജനതയായി ഞങ്ങൾ മാറും. 15-ാം വാക്യം, മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അടുത്ത വചനം പറയുകയാണ്, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകും. യു വിൽ ബി എ ഡിഫറെൻറ്റ് റൈസ്, യു വിൽ ബി എ ഡിഫറെൻറ്റ് മാൻ, യു വിൽ ബി എ ഡിഫറെൻറ്റ് റൈസ്, യു വിൽ ബി എ ഡിഫറെൻറ്റ് മാൻ. ഇതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് us, ഇതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ മലയ്ക്ക് കയറുമ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും. ഞാനൊരാൾ ചോദിച്ചു അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജ്ഞാനമുള്ള അദ്ദേഹം വെളിപ്പെടുത്തി തന്ന എന്താണെന്നറിയാമോ? സ്വാമി നിൻ്റെ അകത്താ, അയ്യപ്പൻ നിൻ്റെ അകത്താ. അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അപൂർണമായ സങ്കല്പങ്ങളിൽ പോലും മനുഷ്യന് ചിലപ്പോഴൊക്കെ വെളിപ്പെട്ട് കിട്ടുന്നത് ഈ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായൊരു സങ്കല്പം, പൂർണ്ണമായൊരു സത്യം, പൂർണ്ണമായൊരു യാഥാർത്ഥ്യം, ഏകരക്ഷ വെളിപ്പെടുത്തി തന്നിട്ട് ഈശോ നമ്മളോട് പറയുന്ന രഹസ്യം എന്താണെന്നറിയാമോ? മോനെ, ഞാൻ നിൻ്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മളെ വ്യത്യസ്തരാക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ ഒരു ദൈവം. 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഇത് നാം അറിയണം. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ശ്രേഷ്ഠരാക്കി മാറ്റുക. അതുകൊണ്ട് ഈ രഹസ്യം, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ ദൈവം മറച്ചു വച്ചിരുന്ന രഹസ്യം ഇതാണ്: ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആണ്. അതുകൊണ്ട് ഈ ആദിമസഭ ജീവിച്ചത്, അവരെ കണ്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞെന്താണെന്നറിയാമോ? ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യർ ഇതാ ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷരായിരിക്കുന്നു. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മനുഷ്യർ. കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇനി നാം പുറമേ ഒരു ദൈവത്തെ അന്വേഷിച്ച് നടന്ന് സമയം കളയരുതേ. ഇനി നാം പുറമേ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും വിധികളിലും, അതൊക്കെ ഉള്ളിലെ ദൈവത്തെ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമാകട്ടെ. പക്ഷേ അടിസ്ഥാനപരമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോധ്യമുണ്ടാകണം: എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ ഉള്ളിലാണ്. ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ടതുപോലെ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന്, കണ്ടില്ലെന്ന് കിളികളോതി, കാണില്ല എന്ന് നദികളും പുഴകളും, ഒടുവിൽ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം, ഉൾക്കാഴ്ച നമുക്കുണ്ടാകാൻ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ഈ ആദിമസഭ, അവർക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവരുടെ പ്രാർത്ഥന മാറാനാഥ, കർത്താവേ വരണമേ. എപ്പോഴും ഒരു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ ഈ ഉള്ളിൽ ഉണരണമേ, ഉള്ളിൽ ഉണരണമേ. അവരുടെ
അധരങ്ങളിൽ എപ്പോഴുമുള്ള, ഹൃദയത്തിൽ എപ്പോഴും ഉണർന്ന പ്രാർത്ഥനയാണ് മാറാനാഥ. അടുത്ത നിമിഷം അവർ പ്രാർത്ഥിക്കും മാറാനത്ത. എന്താ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? കർത്താവ് വന്നു കഴിഞ്ഞു, കർത്താവ് വന്നു കഴിഞ്ഞു. മാറാനാഥ അവർ പ്രാർത്ഥിക്കും. പിന്നെ ബലിയർപ്പിക്കും, കുർബാന അർപ്പിക്കും, കാഴ്ചയർപ്പണം. അതിനുശേഷം അവർ പറയും മാറാനാഥ, കർത്താവ് വന്നല്ലോ, കർത്താവ് വന്നു കഴിഞ്ഞു. ഈ നിരന്തരം ഈ ബോധ്യമായിരുന്നു അവരെ നയിച്ചത്. ഒരു വാക്യം കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ചിന്തകളെ സമാപിപ്പിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1-ാം വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിൻ്റെ പൊരുൾ കണ്ടുകൊണ്ട് ഈ ചിന്തകളെ നമുക്ക് സമാപിപ്പിക്കാം. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഐക്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കുക, ഒരു ഡിവിഷൻ ഇല്ലാതിരിക്കുക, സെപ്പറേഷൻ ഇല്ലാതിരിക്കുക, ഐക്യപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഐക്യം യേശുവിനോട് ഒന്നായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുക. എൻ്റെ ചിന്തയിൽ, വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിലെല്ലാം ഈശോമയം ഐക്യപ്പെട്ടിരിക്കുക. അവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പം എന്താണ് ശിക്ഷാവിധി? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ശിക്ഷാവിധി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ഇതാണ് ശിക്ഷാവിധി. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്നിട്ട് എന്താണ് ശിക്ഷാവിധി? ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇതാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്. ശിക്ഷാവിധി എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരു സംഭവമല്ല, ഈ ലോകത്തിൻ്റെ തന്നെ ഡെസ്റ്റിനിയാണ്. പ്രിയപ്പെട്ടവരെ, ശിക്ഷാവിധി എന്ന് പറയുന്നത് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ ഉപരി അന്ധകാരത്തെ സ്നേഹിച്ചു. ആരാണ് പ്രകാശം? ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഈ ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രകാശമില്ലാത്ത അവസ്ഥയുടെ പേരാണ് അന്ധകാരം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇല്ലാത്ത അവസ്ഥയുടെ പേരാണ് അന്ധകാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ക്രിസ്തുമയമില്ലെങ്കിൽ, ഞാൻ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ആ പ്രവൃത്തിയുടെ പേരാണ് അന്ധകാര പ്രവൃത്തി. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്യണ്ട. ക്രിസ്തുവിനെ കൂടാതെ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ലാതെ ഞാൻ എന്തു ചെയ്താലും അതിൻ്റെ പേരാണ് അന്ധകാര പ്രവൃത്തി. അത് ശിക്ഷാവിധിയുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 15 പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു സാന്നിധ്യം ഉള്ളിലില്ലാതെ ഞാൻ എപ്പോഴൊക്കെ ജീവിക്കുന്നു അപ്പോഴെല്ലാം പാപത്തിലാണ്. ഈ ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പാപമെന്ന് പറയുന്നത് അവിശ്വാസമാണ്. അതിനാൽ സ്നേഹത്തോടെ ഈ ചിന്തകളെ നമുക്കൊന്ന് സമാപിപ്പിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യം തൻ്റെ വിശുദ്ധർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ കരുത്തനാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ ജീവിതം നയിച്ച്, ഒരു നാച്ചുറൽ ഓർഡറിൽ ജീവിച്ച് നമുക്കാർക്കും ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റില്ല. അസാധാരണമായി സാന്നിധ്യത്തെ കൊണ്ടു നടക്കാനുള്ള ഒരു കരുത്തും ബലവും നമുക്കുണ്ടാകണം, തീരുമാനമുണ്ടാകണം. ഇതാണ് നമ്മുടെ ശ്രേഷ്ഠമായ ഉടമ്പടി. ഈ ഉടമ്പടിയിലേക്കാണ് ഈശോ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്നേഹപൂർവ്വം നമുക്ക് ഈ ധ്യാനപൂർവ്വം നമുക്ക് ഈ വചനത്തെ ധ്യാനിക്കാം. ക്രിസ്തു ദേ ഇവിടെ എൻ്റെ ഉള്ളിൽ ആണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.